നിങ്ങളുടെ ലീഡ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ കയ്യിലെത്തി കൺവേർട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഒരു ലീഡ് കൺവേർട്ട് ആവത്തതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും. പ്രൈസിംഗിൽ വന്ന ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ആഡ്സോ ക്യാമ്പയിൻസോ ഒക്കെ റൺ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്സും ആവാം. ഇതൊന്നുമല്ലാതെ നിങ്ങൾ അധികം വാച്ച് ചെയ്യാത്തയോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു പ്രശ്നവും കൂടിയുണ്ട്. അതാണ് നമ്മുടെ ലീഡ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേഷനിലുണ്ടായ മിസ്റ്റേക്സ്. ഇതിലൊരു മെയിൻ റീസൺ ആണ് വളരെ ഡിലേഡ് ആയിട്ടുള്ള റെസ്പോൺസസ്. ഒരു 2 to 3 days ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇനീഷ്യൽ റെസ്പോൺസ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ നിങ്ങളെ ഓൾറെഡി മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വേറെ ഡീൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഫോളോ അപ്സിന്റെ കാര്യത്തിലായാലും ഇതേ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാവാറുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് നിങ്ങളുടെ പ്രോസ്പെക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുടെ അടുത്തു നിന്ന് എന്തെങ്കിലും ഒരു റൂഡ്നെസ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ടോണിലോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ ലീഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും. സോ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെന്ന് ടീമിന് ഒരുപാട് പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുകയോ അല്ല ചെയ്യേണ്ടത്. ലീഡ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാനുമുള്ള പ്രോപ്പർ ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റംസ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയീസിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം. പിന്നെ എത്രയൊക്കെ ട്രെയിൻ ചെയ്താലും ഏതൊക്കെ സിസ്റ്റം ബിൽഡ് ചെയ്താലും ഒരാൾക്ക് ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അതും ക്രോസ് ചെയ്ത് ഇവർ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ മിസ്റ്റേക്സുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലീക്കേജസ് സംഭവിക്കുന്നത്. സോ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോസ്പെക്ട്സിനെ കൺവേർഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പാർട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടച്ച് പോയിന്റ് ആണ്. സോ അവിടെ വരുന്ന ഓരോ മിസ്റ്റേക്സിനും നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് വെച്ച് നിങ്ങൾ പ്രൈസ് പേ ചെയ്യേണ്ടി വരും.